വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പം പേര് പോലെ തന്നെ എന്താണ് വുമൺ കമ്പാനിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രം, കൂട്ടുകാരി, സഹേലി എന്നൊക്കെ പറയാൻ അല്ലേ, ഒരു കൂട്ടുകാരിയാണ്. അപ്പം നമ്മളുടെ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 30% ഫുൾ പോപ്പുലേഷനിൽ, ഫുൾ ജനസംഖ്യയിൽ 30% സ്ത്രീകൾ ഉള്ളത്. അപ്പൊ അതിൽ തന്നെ 355 മില്യൺ ആൾക്കാരാണ് ആർത്തവ ചക്രം, ആർത്തവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 355 മില്യൺ സ്ത്രീകളാണ്. അവരിൽ തന്നെ പല വിധത്തിലുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കുട്ടികളുടെ കാര്യം, 15 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണെങ്കിൽ സ്കൂളുകൾ, കോളേജുകളൊക്കെ മിസ് ചെയ്യുകയാണ്, ഒരുപാട് ആബ്സെന്റ് ആവുകയാണ്. കാരണം എന്താണ്? ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളുകളിലൊന്നും ആ ഒരു സമയത്ത്, ആർത്തവ സമയത്ത് കൃത്യമായിട്ട് സ്കൂളുകളിലൊന്നും പോകാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുകയാണ്. 32% സ്ത്രീകളാണ് പല വിധത്തിലുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമാണ് നൽകേണ്ടത്. അത് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനസ് ഈ ഒരു വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾക്കറിയാം സ്ത്രീകൾക്ക് വളരെ വലിയൊരു വരദാനമാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെ, ഗർഭധാരണം എന്ന് പറയുന്ന ഒരു കഴിവ്. അപ്പം അതിന് സഹായിക്കുന്നത് എന്താണ്? ആർത്തവമാണ് അല്ലെ. ഓരോ മാസവും കൃത്യമായിട്ട് നടക്കുന്ന ആർത്തവവും അതിന്റെ ഏറ്റവും മിഡിൽ, അതിന്റെ ഏറ്റവും മധ്യത്തിൽ ഉണ്ടാകുന്ന, ഇപ്പം 28 സൈക്കിൾ ആണ് എങ്കിൽ അതിന്റെ ഏറ്റവും മധ്യത്തിൽ 14ാമത്തെ ദിവസമാണ് അണ്ടവിസർജനം നടക്കുന്നത്, ഓവുലേഷൻ ഉണ്ടാവുന്നത്. അപ്പം ഇതാണ് ഗർഭധാരണത്തിന് സഹായിക്കുന്നത് അല്ലെ. ഗർഭധാരണം ഒരു സ്ത്രീയിൽ ഉണ്ടാവാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് ആർത്തവ ചക്രം കൃത്യമായിട്ടാണ് ഒരു സ്ത്രീയിൽ നടക്കേണ്ടത്. എപ്പോഴാണ് ഈ ആർത്തവം ഉണ്ടാവുന്നത്? 8 മുതൽ 15ാമത്തെ വയസ്സിനു ഇടയിലാണ് ആർത്തവ ചക്രം, ആർത്തവത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മൾക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ 8ാമത്തെ വയസ്സിലൊക്കെ ആയിരുന്നോ? അല്ല, 15, 12, 15 വയസ്സിനൊക്കെ ശേഷമായിരുന്നു. ഇന്ന് പലവിധ ജീവിത ശൈലിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇന്ന് നേരത്തെയാണ് ആർത്തവം തുടക്കം കുറിക്കുന്നത്. അതേപോലെ തന്നെ ആർത്തവ വിരാമം അല്ലെ, മെനോപോസ് എന്ന് പറയുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 45 മുതൽ 55ാമത്തെ വയസ്സിലാണ് ആർത്തവ വിരാമം നടക്കുന്നത്. ഈ ഒരു ആർത്തവത്തിനും അതേപോലെ തന്നെ ഈ ഒരു ഗർഭധാരണത്തിലുമൊക്കെ വളരെയധികം പങ്ക് വഹിക്കുന്ന 2 ഓർഗൻസ്, 2 അവയവങ്ങളാണ് നമ്മളുടെ ഓവറിയും അതേപോലെ തന്നെ നമ്മളുടെ ഗർഭാശയവും നമ്മളുടെ യൂട്രസും. നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ എത്ര ദിവസത്തെ ആർത്തവ ചക്രമാണ് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്? 28 ദിവസത്തെയാണ്. പക്ഷെ നമുക്ക് എന്നാലും ഒരു ആവറേജ് ആയിട്ട് നമുക്ക് പറയാം 21 ദിവസവും അതേപോലെ തന്നെ 35 ദിവസവുമാണ് ഒരു ആവറേജ്, ഒരു ശരാശരി ഒരു ദിവസം എന്ന് പറയുന്നത്. എന്താണ് ഈ 21, 35 അല്ലെങ്കിൽ 28 എന്നൊക്കെ പറയുന്നത്? അതായത് ആർത്തവം, ഒരു സ്ത്രീയിൽ ആർത്തവം ഉണ്ടായ ആദ്യത്തെ ദിവസം, ആ ഫസ്റ്റ് ഡേ മുതൽ അടുത്ത ആർത്തവം ഉണ്ടാവുന്ന ആ ഒരു ഗ്യാപ്പാണ് ഈ പറയുന്ന 21 മുതൽ 35 ദിവസങ്ങൾ എന്ന് ശരാശരി പറഞ്ഞത്, അല്ലെങ്കിൽ 28 ദിവസം എന്ന് പറയുന്നത്. തരത്തിലുള്ള പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ആർത്തവം സംബന്ധിച്ച് എന്തൊക്കെ തരത്തിലുള്ളതാണ്? പ്രത്യേകിച്ച് 3 തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആർത്തവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ആർത്തവ സംബന്ധമായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം. ഒന്നാമത്തേതാണ് സൈക്കിൾ. ഈ ഒരു ആർത്തവ ചക്രം ഉണ്ടാവുന്നേ ഇല്ല. അതായത് നോർമലായിട്ട് 28 ദിവസത്തെ ഗ്യാപ്പിൽ നടക്കേണ്ട ഈ ആർത്തവ ചക്രം 3 മാസവും 4 മാസവും 5 മാസവും ഒക്കെ കൂടിയിട്ടാണ് പലരിലും കണ്ടുവരുന്നത്. അതായത് സൈക്കിളിൽ ആർത്തവ ചക്രം ഇല്ലാതാവുന്നത് പതിയെ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ 5-6 മാസത്തിന്റെ ഗ്യാപ്പിലൊക്കെ ഇടവേളകളിലാണ് പിന്നെയും വരുന്നത്. രണ്ടാമത്തേതായിട്ടുള്ള പ്രശ്നമാണ് ഇറഗുലർ ആയിട്ടുള്ള സൈക്കിള്. അതായത് ചിലപ്പം 28 ദിവസം വരും, ചിലപ്പോൾ 35 ദിവസം വരും, അതിന്റെ അടുത്ത സൈക്കിള് 2 മാസം കൂടുമ്പോ വരും, പിന്നീട് 3 മാസം കൂടുമ്പോ വരും. ഒരു റെഗുലാരിറ്റി ഇല്ലാതെ താളം തെറ്റി വരുന്നത് എന്നുള്ളതും രണ്ടാമത്തെ പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നമാണ് വളരെ താളം തെറ്റിയുള്ള അളവിൽ ആർത്തവ രക്തം പോയിക്കൊണ്ടേയിരിക്കുന്നത്. ചിലരിലാണെങ്കിൽ കാണാം 1 മാസം മുഴുവനും സ്പോട്ടിങ് പോലെ ആദ്യത്തെ 7 ദിവസങ്ങളിൽ കൃത്യമായിട്ട് ആർത്തവ രക്തം പോയി, പിന്നീടുള്ള ദിവസങ്ങളിൽ അങ്ങനെ 30 ഒരു മാസം വരെയും ചെറുങ്ങനെ ഇങ്ങനെ ബ്ലീഡിങ്, അതാണ് സ്പോട്ടിംഗ് എന്ന് പറയും. സ്പോട്ടിങ് പോലെ, അതായത് ബ്ലീഡിങ് ഇങ്ങനെ ഓരോരോ ഡ്രോപ്സ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. മറ്റു ചിലവരിലാണ് 14 ദിവസവും ഒക്കെ ഹെവി ബ്ലീഡിങ്, അമിതമായിട്ടുള്ള രക്തം പോയിക്കൊണ്ടേയിരിക്കും. ചിലവരിലാണെങ്കിലോ ആദ്യത്തെ 1 ദിവസം, അതും വളരെ ചെറിയ തോതിൽ മാത്രമാണ് രക്തം
പോകുന്നത്. ഇത് ശരിക്കും എങ്ങനെയാണ്? ശരിക്കും 7 ദിവസത്തെ ഈ ഒരു ആർത്തവ ചക്രത്തിൽ ആദ്യത്തെ 3 ദിവസങ്ങളിലാണ് രക്തത്തിന്റെ അളവ് വർദ്ധിച്ചു കാണുന്നത്. പിന്നീടുള്ള 4ാമത്തെ, 5ാമത്തെ, 6ാമത്തെ ദിവസം ആകും തോറും ആർത്തവത്തിന്റെ അളവ് കുറഞ്ഞ്, ആർത്തവ രക്തത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. അപ്പം ഇതിലുണ്ടാകുന്ന ഒരു താളപ്പിഴ ആണ് നമ്മളുടെ ഇറഗുലർ ക്വാണ്ടം ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അതായത് ചിലരില് 1ാമത്തെ ദിവസം തന്നെ വളരെ കുറവ് ആർത്തവ രക്തമായിരിക്കും, മറ്റു ചിലരിലാണെങ്കിലോ 1 മാസം വരെയും ആർത്തവ രക്തം ഇങ്ങനെ സ്പോട്ടിംഗ് പോലെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് സ്ത്രീകളാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഒരുപാട് സ്ത്രീകളാണ് വന്ന് പ്രശ്നങ്ങൾ പറയാറുള്ളത്. ഇതുമൂലം പോലെയുള്ള ഒരു പ്രശ്നമാണ് ആർത്തവ സംബന്ധമായിട്ടുള്ള വളരെ വേദന, വയറുവേദന, നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ. അതേപോലെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും ആർത്തവത്തിന് ഒരു 2-3 ദിവസം മുൻപേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഹെൽത്ത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒന്നുകിൽ തലവേദനയാകാം, അല്ലെങ്കിലോ വയറുവേദനയാകാം, നടുവേദനയാകാം, കൈകാലുകളിലും മസിൽ ഉരുണ്ട് കയറ്റം ഉണ്ടാവുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മൈഗ്രെയിൻ പോലുള്ളതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇത്തരത്തിൽ വളരെ റോള് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കണം. അതിന് വളരെ പ്രാധാന്യമാണ് നൽകേണ്ടത്. അതുകൊണ്ട് വന്നിരിക്കുന്ന സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ ഒരു സുഹൃത്ത് പോലെ അവരുടെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ എലമെന്റ്സ് വെൽനെസിന്റെ പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വുമൺ കമ്പാനിയനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ട്. അതിൽ നിന്നൊക്കെ വേർതിരിവ്, അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് ഇത് എപ്രകാരമാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് പാച്ചോറ്റിത്തൊലി, അതേപോലെ തന്നെ മഞ്ചട്ടി, അശോക എന്ന് പറയുമ്പോഴത്തേക്കും ചരകാചാര്യൻ അശോകം കേട്ടിട്ടുണ്ടാവും അല്ലെ. ചരകാചാര്യൻ അശോകം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഔഷധത്തെ വേദനാ സ്ഥാപന ഗണത്തിൽ, അതായത് വേദനാ നിവാരണം, ചരകാചാര്യൻ ഒരുപാട് 500. ഇത് നമ്മൾ പറഞ്ഞു 3 തരത്തിലാണ് അല്ലെ ആർത്തവ ചക്രം തെറ്റുമ്പോൾ അല്ലെങ്കിൽ ആർത്തവമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ 3 തരത്തിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു 3 എണ്ണത്തിലും എപ്രകാരമാണ് നമ്മളുടെ പ്രൊഡക്റ്റ് നൽകേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. ആദ്യമായിട്ട് സൈക്കിളേ ഇല്ല, ഇപ്പൊ 3 മാസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 2 മാസമൊക്കെ ആയിട്ടും ആർത്തവ ചക്രം കാണുന്നില്ല, ആർത്തവം നടക്കുന്നില്ല ഒരു സ്ത്രീയിൽ എങ്കിൽ എപ്രകാരമാണ് നമ്മളുടെ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത്? 1 ടേബിൾ സ്പൂൺ, അതായത് ഒരു 15 മില്ലി നമ്മളുടെ വുമൺ കമ്പാനിയൻ ലിക്വിഡും 2 നേരം വീതം കഴിക്കണം, രാവിലെയും രാത്രിയും. അതോടൊപ്പം തന്നെ കവചപ്രാശം 1 ടീസ്പൂൺ വീതം രാവിലെയും രാത്രിയും കവചപ്രാശവും, അതേപോലെ തന്നെ ഇമ്മ്യൂണോ 3+ ക്യാപ്സ്യൂൾ 2 നേരം കഴിക്കണം. ഫീലിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ ഫീലിംഗ് ക്യാപ്സ്യൂളോ 1 നേരം വീതമാണ് കഴിക്കേണ്ടത്. അപ്പം ഇത്തരത്തിൽ 2 മാസമൊക്കെ 2-3 മാസമൊക്കെ ആയിട്ടും ആർത്തവം നടക്കുന്നില്ല, ആർത്തവം കാണുന്നില്ല, ആർത്തവത്തിന്റെ അഭാവമാണ് എന്നുണ്ടെങ്കിൽ വളരെ നാളത്തെ ട്രീറ്റ്മെന്റ്, 1 വർഷത്തേക്കോ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ആ ഒരു ആർത്തവ ചക്രം കൃത്യമായിട്ട് നടക്കേണ്ടത്. അപ്പം അത് അത് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഈ ഒരു കോമ്പിനേഷൻ ഓഫ് നമ്മളുടെ പ്രൊഡക്ട്സ് നൽകാൻ വേണ്ടിയിട്ട്. അപ്പം വുമൺ കമ്പാനിയൻ, കവചപ്രാശം, ഇമ്മ്യൂണോ 3+, അതേപോലെ തന്നെ ഫീലിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ 1 നേരമാണ് കൊടുക്കേണ്ടത്. ഇനിയും സൈക്കിള് തെറ്റിയിട്ടാണ് വരുന്നത് എങ്കിൽ, ഒരിക്കൽ 1 മാസം കൃത്യമായിട്ട് സൈക്കിൾ വന്നു, അത് കഴിഞ്ഞിട്ടുള്ള മാസമാണെങ്കിൽ 35-40 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. ഇനി അടുത്ത സൈക്കിൾ ആണെങ്കിൽ ചിലപ്പം 15 ദിവസത്തിനുള്ളിൽ അടുത്ത ആർത്തവം തുടക്കം കുറിച്ചു. അത്തരത്തിലുള്ള ഇറഗുലർ ആയിട്ടുള്ള സൈക്കിൾസ് ഒക്കെയാണ് എങ്കിൽ 1 ടേബിൾ സ്പൂൺ, അതായത് 15 മില്ലി നമ്മളുടെ വുമൺ കമ്പാനിയൻ രാവിലെയും രാത്രിയും കഴിക്കണം. അതോടൊപ്പം തന്നെ കവചപ്രാശം 1 ടീസ്പൂൺ കഴിക്കണം. മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ 1 ടീസ്പൂൺ വീതം രാവിലെയും രാത്രിയും കഴിക്കണം. അതോടൊപ്പം ഫീലിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ ഫീലിംഗ് ക്യാപ്സ്യൂളോ 1 നേരം വീതമാണ് കഴിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, വുമൺ കമ്പാനിയനും അതോടൊപ്പം കവചപ്രാശവും മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയറും ഫീലിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ വീതമാണ്. ഈ ഒരു കോമ്പിനേഷനിലാണ് നിങ്ങൾ ഒരു വ്യക്തിയോട്, ഒരു സ്ത്രീയോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അടുത്തതാണ് ചിലപ്പോൾ 7 ദിവസങ്ങളോളം, 7 ദിവസത്തിലും അധികമായിട്ട് 14 ദിവസമൊക്കെ ആർത്തവം നടക്കുന്നു. മറ്റു ചിലരിലാണെങ്കിൽ 1ാമത്തെ ദിവസം മാത്രമാണ് ആർത്തവ രക്തം പോകുന്നത്, പിന്നീട് ഒന്നും ആർത്തവ രക്തം പോകുന്നില്ല. അത്തരത്തിലുള്ളത് ആണ് എങ്കിൽ 1 ടേബിൾ സ്പൂൺ വീതം നമ്മളുടെ വുമൺ കമ്പാനിയനും 2 നേരം കഴിക്കാൻ പറയണം. അതോടൊപ്പം ഫീലിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ ഫീലിംഗ് ക്യാപ്സ്യൂളും കൂടിയിട്ട് അവർക്ക് നൽകണം. കാരണം ഇപ്പൊ പല സ്ത്രീകളിലും 15 ദിവസവും 20 ദിവസവും ഒക്കെ ആർത്തവ രക്തം പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്ത് നടക്കും? ആ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും ആ ഒരു സ്ത്രീ അനീമിക് ആവുകയാണ്. രക്തത്തിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു വരികയാണ്. അതുമൂലം അനീമിയയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞു, വിളറി വെളുക്കും,
എന്താണ് ഹാർട്ട് ബീറ്റ് ഒക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. 2-3 സ്റ്റെപ്സ് കയറുമ്പോഴത്തേക്കും വളരെ വേഗത്തിൽ കിതയ്ക്കാനായിട്ട് തുടങ്ങും. ഇത്തരത്തിലുള്ള മുടിയും നഖവും ഒക്കെ പൊട്ടി പൊട്ടി പോവും, കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അനീമിയ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം അനീമിയ ഉണ്ടാവാതിരിക്കാൻ, ഇത്രയധികം രക്തം പോകുമ്പോൾ അനീമിയ വരാതിരിക്കാനായിട്ട്, വന്ന ആ അനീമിയെ കൺട്രോൾ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് നൽകുന്നത്, ഫീലിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ ഫീലിംഗ് ക്യാപ്സ്യൂളോ നൽകുന്നത്. ഇനി അതോടൊപ്പം തന്നെ പെയിൻഫുൾ ആയിട്ടുള്ളത് അല്ലെ, വളരെ വേദനയോട് കൂടിയിട്ടുള്ള ആർത്തവങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്രകാരമാണ് നൽകേണ്ടത്? വേദനയോടുകൂടി വയറുവേദന ഉണ്ടാകാം, നടുവേദന ഉണ്ടാകാം, അല്ലെങ്കിൽ തലവേദന. പലരും കണ്ടിട്ടുള്ളതാണ്, ആർത്തവത്തിന് ഒരു ദിവസം മുൻപേ അസഹ്യമായിട്ടുള്ള ഒരു തലവേദന കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾക്ക് എന്തും കൂടി ചേർത്ത് നൽകാം, നമ്മൾക്ക് നോ വേദന ക്യാപ്സ്യൂളും കൂടി അവർക്ക് നൽകാവുന്നതാണ്. നോ വേദന ക്യാപ്സ്യൂള് അകത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും, ഇപ്പൊ പരീക്ഷാ സമയത്ത് ആർത്തവം കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ, പലതരത്തിലുള്ള സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ എന്ത് നൽകാൻ പറ്റും? 15 ml വുമൺ കമ്പാനിയൻ, അതായത് ഒരു ടേബിൾ സ്പൂൺ വുമൺ കമ്പാനിയനും അതോടൊപ്പം തന്നെ ഫൈറ്റ് സ്ട്രെസ് 1 ക്യാപ്സ്യൂൾ വീതം രാവിലെയും രാത്രിയും ആ ആൾക്ക് നമ്മൾക്ക് നൽകാനായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. ഇനി 2-3 ദിവസത്തിനൊക്കെ മുന്നേ വയറുവേദനയും ഒക്കെ ഉണ്ട് എങ്കിൽ വുമൺ കമ്പാനിയൻ പറയാൻ പറ്റും. അതേപോലെ തന്നെ നോ വേദന ക്യാപ്സ്യൂളും അവർക്ക് നൽകാൻ, അതേപോലെ തന്നെ ഫീലിംഗ് ലിക്വിഡും കൂടിയിട്ട് അവർക്ക് നമ്മൾക്ക് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു ഡോസ്, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളുടെ ഈ പ്രൊഡക്റ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയാണ്, ഏത് പ്രശ്നമാണ് ആ സ്ത്രീ നേരിടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അളവുകൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇനി ഇത് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ? ഇത് ഒരിക്കലും പ്രഗ്നൻസിയിൽ നിർദ്ദേശിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഇത് നൽകാനായിട്ട് പാടില്ല. ഇനി സൈക്കിള്, ആർത്തവ ചക്രം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു 3-4 മാസങ്ങളിലൊന്നും നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടും ആർത്തവം കൃത്യമായിട്ട് വരുന്നില്ല, പിന്നെയും 3-4 മാസം ഒന്നും ആർത്തവത്തിന്റെ അഭാവമാണ് കാണുന്നത് എങ്കിൽ പിന്നെയും വുമൺ കമ്പാനിയൻ കഴിച്ചുകൊണ്ടേ ഇരിക്കൂ, വരും എന്ന് ഒരിക്കലും ആ വ്യക്തിയോട് പറയാനായിട്ട് പാടില്ല. അവരോട് പറയണം ഡോക്ടറിനെ കാണിക്കാനായിട്ട്. കാരണം നമ്മൾ പറഞ്ഞു നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ ആ വാദത്തിന്റെ ഫംഗ്ഷൻ കൃത്യമാക്കി നടത്തിക്കൊണ്ടു പോകാനൊക്കെയാണ് സഹായിക്കുന്നത്. അപ്പൊ എന്തോ തരത്തിലുള്ള പ്രശ്നമുണ്ട്, ഓവറിയിലോ അല്ലെങ്കിൽ യൂട്രസിലോ എന്തോ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം എന്താണ് എന്ന് കണ്ടുപിടിച്ച് ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് നൽകേണ്ടത്. അപ്പൊ വുമൺ കമ്പാനിയൻ കഴിച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കലും നിങ്ങൾ നിർദ്ദേശിക്കരുത്. വുമൺ കമ്പാനിയൻ കഴിച്ചിട്ടും 2-3 മാസമായിട്ടും ആർത്തവം വരുന്നില്ല എങ്കിൽ ഉടനെ തന്നെ ആ സ്ത്രീയോട് ഡോക്ടറെ കാണിക്കാനായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കേണ്ടതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചത് കൊണ്ട് കുട്ടികൾ ഉണ്ടാകും, ഇൻഫെർട്ടിലിറ്റി ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, ഒരു ചികിത്സയാണ്, ഇത് കഴിച്ചാൽ മതി കുട്ടികൾ ഉണ്ടാവും എന്നൊന്നും പറഞ്ഞ് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കും നിങ്ങൾ കൊടുക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ ഘട്ടങ്ങളിലാണ് ഡോക്ടറെ കാണേണ്ടത് എന്നും കൂടി നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. ഇപ്പം ഒരു സ്ത്രീ 15, ഞാൻ പറഞ്ഞു 8 മുതൽ 15 വയസ്സ് വരെയുള്ള അത്രയും വയസ്സിലാണ് ആർത്തവം ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അപ്പം 15 വയസ്സായിട്ടും ഒരു സ്ത്രീ ആർത്തവം ഇല്ല എന്നുണ്ടെങ്കിൽ വുമൺ കമ്പാനിയൻ കൊടുത്ത് ശരി കുഴപ്പമില്ല കാണും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യരുത്. 15 വയസ്സ് വരെ ആയിട്ടും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാനായിട്ട് നിങ്ങൾ നിർദ്ദേശിക്കണം. അതേപോലെ തന്നെ 3 മാസം 4 മാസമായിട്ട് കംപ്ലീറ്റ് ആയിട്ടും പീരീഡ്സ് ഇല്ല, 4 മാസമൊക്കെ ആയിട്ട്, അപ്പൊ വുമൺ കമ്പാനിയൻ കഴിച്ചോളൂ കുഴപ്പമില്ല വരും എന്നുള്ളതും പറയരുത്. അപ്പോഴും ഡോക്ടറോട് കാണിക്കാനായിട്ട് പറയണം. അതേപോലെ തന്നെ 21 ദിവസത്തിന് കൂടുതലായിട്ടും പീരീഡ്സ്, ഞാൻ പറഞ്ഞു പലവരിലും 30 ദിവസങ്ങളോളം ആർത്തവ രക്തം പോയിക്കൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള സമയത്ത് 21 ദിവസത്തിലും അധികമായിട്ട് ഇത്തരത്തിൽ ആർത്തവ രക്തം പോയിക്കൊണ്ടേയിരിക്കുന്ന സമയങ്ങളിൽ വുമൺ കമ്പാനിയൻ കഴിക്കൂ എന്നും പറയരുത്. ഡോക്ടറെ ഒന്ന് കാണിക്കൂ. അതോടൊപ്പം സപ്പോർട്ടീവായിട്ട് വുമൺ കമ്പാനിയൻ കഴിച്ചോളൂ എന്ന് വേണം പറയാനായിട്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു അല്ലെ, ഇടവിട്ട് ഈ ഓരോ ഗ്യാപ്പിലും, അതായത് ഇപ്പം 28 സൈക്കിളിന്റെ ഇടകളിൽ, അതായത് 7 ദിവസം കഴിഞ്ഞിട്ടും ഓരോ ബ്ലീഡിങ് പോലെ, ഒരു സ്പോട്ട് പോലെ രക്തത്തിന്റെ ഇങ്ങനെ പോവുകയാണ് എങ്കിലും ഡോക്ടറെ കാണിക്കാനായിട്ട് പറയേണ്ടതാണ്. അതേപോലെ തന്നെ അസഖ്യമായിട്ടുള്ള ഒരു വേദനയാണ് പീരീഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്നത് എങ്കിലും ആ ആൾക്ക് നമ്മളുടെ വുമൺ കമ്പാനിയൻ കഴിച്ചിട്ടും ഒന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ തന്നെ ആ സ്ത്രീയോട് ഡോക്ടറെ കാണിക്കാനായിട്ട് പറയേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ വുമൺ കമ്പാനിയനെ പറ്റിയിട്ട് പറയാനുള്ളത്. സ്ത്രീകൾക്ക് ഒരു കൂട്ടുകാരിയെ പോലെ സ്ത്രീകളുടെ കൂടെ നിന്ന് സ്ത്രീയുടെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ്, പ്രത്യേകിച്ചും ആർത്തവ സമയത്ത് കാണുന്ന വേദനയ്ക്ക് ഉള്ള ഒരു പരിഹാരമായിട്ടാണ് നമ്മളുടെ വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അത് നോൺ ഹോർമോണൽ ഫോർമുലയാണ്. അതായത് നമ്മളുടെ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ സ്വാഭാവികമായിട്ടും നടക്കുന്ന ആ ഒരു ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ഇത് തകിടം മറിക്കുന്നില്ല. അതാണ് നോൺ ഹോർമോണൽ ഫോർമുലയാണ് നമ്മളുടെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്.